13 സഭകളുടെയും 20 സംഘടനകളുടെയും ഐക്യവേദിയായി കഴിഞ്ഞ 75 വർഷം പിന്നിടുന്ന KCC കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് അന്യന്റെ സുഖദുഃഖങ്ങൾ മനസ്സിലാക്കി സ്നേഹിച്ചും സേവിച്ചും ഒരു ചാലക ശക്തിയായി സഭകളിലും സമൂഹത്തിലും തുടർന്നും പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ സ്വാഗത പ്രസംഗത്തിനായി ബോണ കിംത ജനറൽ കൺവീനറും KCC ഗൾഫ് സോണൽ കമ്മിറ്റി മെമ്പറുമായ ശ്രീ ബിജു പാപ്പച്ചനെ ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ സപ്തതി വർഷത്തിൽ കേരള ഗൾഫ് സോൺ ഇവിടെ ആരംഭിക്കുവാൻ തക്കവണ്ണം അഭിവന്യ പൗലോസ് തിരുമേനിയുടെ അന്നത്തെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ നമ്മൾക്ക് സാധിക്കുകയുണ്ടായി. 5 വർഷം പിന്നിടുമ്പോൾ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ഇന്ന് ഈ സന്ധ്യായാമത്തിൽ സ്തോത്രം ചെയ്യുകയത്രേ. 2011 തന്നെ അബുദാബിയിലും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങുവാൻ തക്കവണ്ണം. അതുകൊണ്ട് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ അബുദാബി യൂണിറ്റും ഈ 2016 മാർച്ച് 23 5 വർഷം പിന്നിട്ടിരിക്കുകയാകുന്നു. അങ്ങനെ അതിനോടൊപ്പം തന്നെ ഈസ്റ്റർ ഡേ സംഗമവും ഇത് മൂന്നും കൂടെ ചേർന്ന് കൂട്ടിയുള്ളതായ ഒരു സംഗമമാകുന്നു ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ പുനരുത്ഥാനമാണ് ക്രിസ്തീയ സഭകളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. കർത്താവിൻ്റെ പുനരുത്ഥാനത്തോടുകൂടി നമ്മുടെ വിശ്വാസത്തിന് ബലവും ശക്തിയും ലഭിച്ചു. മരണത്തെ ജയിച്ചനായ കർത്താവ് നമുക്കൊരു പുതിയ ജീവനും പുതിയ ചൈതന്യവും പ്രദാനം ചെയ്തു. കർത്താവ് യേശുക്രിസ്തു തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു, പിതാവേ, ഞാൻ നിന്നിലും നീ എന്നിലും ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നാകേണ്ടതിന് തന്നെ. ആ മഹാപുരോഹിത പ്രാർത്ഥനയുടെ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊണ്ടുകൊണ്ട് സഭകളുടെ ആരാധന ശൈലിയിൽ മാറ്റം വരുത്താതെയും എന്നാൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കത്തക്ക രീതിയിൽ അങ്ങനെ കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ആ സന്ദേശം ലോകത്തിന് അറിയിക്കത്തക്ക രീതിയിലും സേവനരംഗത്ത് പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ളതായ കാര്യപരിപാടികളാണ് KCC അല്ലെങ്കിൽ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് നടത്തി വരുന്നത്. ദൈവത്തെ പ്രഘോഷിക്കുവാനും നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ളതായ വലിയൊരു അവസരം. ഈ തരുണത്തിൽ ഈ സമ്മേളനത്തെ അഭിമന്യ തിരുമേനിമാരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയിരിക്കുന്നു. വൈദികരുടെ സാന്നിധ്യം കൊണ്ട് ഇതിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ എന്നും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഗൾഫിലുള്ള സഭാവ്യത്യാസമന്യേ ഇങ്ങനെയൊരു പരിപാടി ക്രമീകരിച്ചതിൽ KCCയുടെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കട്ടെ. ഇന്നിവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഒട്ടുമുക്കാലും സഭാവിഭാഗങ്ങളിൽ നിന്നുണ്ട്. കേരളത്തിൽ ഇത്രമാത്രം അത് ഉണ്ടോ എന്ന് പലപ്പോഴും ഞാൻ സംശയിക്കാറുണ്ട്. അമേരിക്കയിൽ ചെന്നാലും ഓസ്ട്രേലിയയിൽ ചെന്നാലും ഏത് വിദേശ രാജ്യത്ത് ചെന്നാലും അച്ഛന്മാരായാലും ബിഷപ്പന്മാരാണെങ്കിലും ഐമേനിമാരാണെങ്കിലും ഒരുമിച്ച് അവരെപ്പോഴും കൂടാനും ഒരുമിച്ച് ആഘോഷിക്കാനും ഒക്കെ ഇടയാകുന്നു. അതുകൊണ്ട് ഈ നല്ല താല്പര്യങ്ങൾ തുറന്ന് കൊണ്ടുവരുമ്പോഴാണ് KCCയുടെ ഒരു മുഖ്യ അജണ്ടയാണ് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി. അതിൻ്റെ സ്ഥാപക ഘട്ടങ്ങളിൽ ശ്രദ്ധിച്ചാൽ അറിയാം. 75 വയസ്സാകുന്ന ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിയാണ് അതിൻ്റെ മുഖ്യ അജണ്ട. യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്തു ചരിത്രം ശ്രദ്ധിക്കുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ അംഗീകാരമല്ലായിരുന്നു ക്രിസ്തു ചരിത്രത്തിൻ്റെ പ്രയാണം. ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യമല്ലായിരുന്നു ദൈവരാജ്യത്തിൻ്റെ സന്ദേശം. പലപ്പോഴും ന്യൂനപക്ഷത്തിൻ്റെതായിരുന്നു. അതുകൊണ്ട് സഭ ഏത് പക്ഷം നിൽക്കുന്നു എന്നുള്ളത് സഭ നയിക്കുന്ന ക്രൈസ്തവ പ്രസ്ഥാനങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എവിടെയാണ് പക്ഷം ചേരേണ്ടത്, ആരോടാണ് പക്ഷം ചേരേണ്ടത്, എന്തിനു വേണ്ടിയാണ് പക്ഷം ചേരേണ്ടത്, ആ പക്ഷം ചേരലിലൂടെ എന്ത് പടപ്പൊരുതലുകളാണ് നടക്കേണ്ടത് എന്ന് നിശ്ചയിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വളരെ ചുറ്റുപാടുകൾ വളരെ മാറിയിരിക്കുന്നു. അനുകൂലമായ ഘടകങ്ങളൊക്കെ മാറിയിരിക്കുന്നു. അത്ര സുഖത്തിൽ സഞ്ചരിക്കാവുന്ന ഒരു കാലഘട്ടത്തിലേക്കല്ല ഒരു ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ നീരുന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ശ്രദ്ധയോടുകൂടി ജീവിക്കണം. സഫറിങ് ഇല്ലാത്ത ഒരു കുരിശില്ല, കഷ്ടതയില്ലാത്ത
ഒരു കുരിശില്ല. കുരിശില്ലാത്ത ഒരു ഉത്ഥാനവുമില്ല, ഒരു ഉയർപ്പുമില്ല. KCCയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ സന്ധ്യയുടെ സംഗീത സായാഹ്നം വളരെ സന്തോഷത്തോടും ദൈവകൃപയിലും ആശ്രയിച്ചുകൊണ്ട് ബോണാക്കം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. A new beginning with care and support. A new bliss with hope. Provide healthcare through the wings of wellness. Universal Hospital. Mass Education Institute, UA, a unit of Professor P.C. Thomas Classes, Thrissur. Eversafe Group of Companies. Your safety is our concern. Provide healthcare through the wings of wellness. Universal Hospital. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനം, എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്ക്, അതുകൂടെ ചേർന്ന് നമുക്ക് പാടാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രതീക്ഷയാണല്ലോ. ഓരോരുത്തരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ പ്രതീക്ഷകളാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഇല്ലാതാകുന്നത്. അസഹിഷ്ണുതയും സംഘർഷവും രൂപപ്പെടുന്നത് പ്രതീക്ഷകളൊക്കെ പോകുമ്പോഴാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെയൊക്കെയാണ് എൻ്റെ ബഹുമാനപ്പെട്ട വന്ധ്യപിതാക്കന്മാർ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ മഹിതമായ പാഠം നാം ഓർക്കേണ്ടതുണ്ട്. യേശു പഠിപ്പിച്ചത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ഓരോരുത്തരും തന്നെക്കാൾ കൂടുതൽ ആരെയാണ് സ്നേഹിക്കേണ്ടത്. അതുകൊണ്ടാണ് തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ യേശു പഠിപ്പിച്ചത്.
സമാധാനം ആഗ്രഹിക്കുന്ന ഈ നവലോകം യേശുവിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. വ്യത്യസ്ത വീക്ഷണം പുലർത്തുന്ന വിവിധ ക്രിസ്തീയ സഭകൾ ഇവിടെ ഇന്ന് ഒരുമിച്ചിരിക്കുന്നു. ഈ സാഹോദര്യം നൽകുന്ന സംതൃപ്തിയാണ് നമുക്കെല്ലാം ഇനിയുണ്ടാവേണ്ട പ്രതീക്ഷ. ലോകം ഒന്നാണെന്ന ചിന്ത അഥവാ ബി യൂണിവേഴ്സൽ എന്ന ആശയം നമുക്കിടയിൽ വളരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരു ഡോക്ടറായ ഞാൻ ഒരു ആതുര ശുശ്രൂഷാലയം ഈ രംഗത്തേക്ക് വന്നപ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് യൂണിവേഴ്സൽ എന്ന് പേരിട്ടത്. ആ വാക്കിനോളം അർത്ഥസമ്പന്നമായ മറ്റൊരു പദം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. It is difficult to say what is impossible, for the dream of yesterday is the hope of today and the reality of tomorrow. Thank you very much. KCC ഗൾഫ് സോണിൻ്റെ ഔദ്യോഗിക മുഖപത്രമായ എക്യൂമെനിക്കൽ എക്ലീഷ്യ പബ്ലിഷ് ചെയ്യുവാൻ സാധിക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. വിവിധ രീതിയിൽ ഇതിൽ സഹകരിച്ചവരുള്ള പ്രത്യേകമായ നന്ദിയും സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുകയത്രേ. ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് തന്നെ സഹായിച്ചവർ, ആർട്ടിക്കിൾസ് നൽകി സഹായിച്ചവർ, ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ചതായ ഇതിൻ്റെ ചീഫ് എഡിറ്റർ അഭിജിത്ത് പാറയിൽ, ഡയസ് ഇടുക്കള, ചെറിയാൻ കീക്കാട്, സോളമൻ ഡേവിഡ്, അതോടൊപ്പം ഇതിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ച ബിജു പാപ്പച്ചൻ, മറ്റെല്ലാവരോടും പ്രത്യേകമായുള്ള നന്ദിയും സന്തോഷവും ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഉയർപ്പിൻ്റെ ഏറ്റവും പരമപ്രധാനമായ അനേക സന്ദേശങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോട് പറയുന്നത്, ഭയത്തിൽ മുറി അടച്ചിരുന്ന അവർക്ക് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവരുടെ മധ്യത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുകയാണ്. കുരിശീകരണത്തിൻ്റെ സമയത്ത് ചിതറിപ്പോയവരെ ഒരുമിപ്പിക്കുകയാണ്, ചേർത്ത് നിർത്തി ശക്തിപ്പെടുത്തുകയാണ് ഉയർപ്പിലൂടെ സംഭവിക്കുന്നത്. ചിതറിപ്പോയവരെ ഒരുമിപ്പിച്ച് സ്നേഹത്തിൽ കോർത്തിണക്കി ഒരു പുതിയ ദൗത്യവും നൽകി അവരെ മുന്നോട്ട് നയിക്കുവാൻ ശക്തിപ്പെടുത്തുന്നതാണ് ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ KCCയുടെ ഇവിടുത്തെ സഭകളുടെ കൂട്ടായ്മയെക്കുറിച്ചും ഇതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുമൊക്കെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യമായി സകല ജനതയ്ക്കുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ, രക്ഷ ഒരു വിഭാഗത്തിൻ്റെ മാത്രം കുത്തകയാക്കി വച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത് യൂണിവേഴ്സലായി, ഡോക്ടറുടെ ആശുപത്രിയുടെ പേര് പറഞ്ഞതുപോലെ, ദാറ്റ് സാൽവേഷൻ, ദ യൂണിവേഴ്സൽ സാൽവേഷൻ, ആ ഹോപ്പും ആ സമാധാനവുമെല്ലാം അത് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുകയായിരുന്നെങ്കിൽ യേശുതമ്പുരാൻ്റെ ഏറ്റവും ഹൃദയസ്പർക്കായ പ്രാർത്ഥനയും അത് തന്നെയാണ് പിതാവിനോട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകണം. യഥാർത്ഥത്തിൽ ആ ഐക്യം സംഭവിച്ചു കഴിഞ്ഞു. കാരണം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പിതാവ് പുത്രൻ്റെ ഹൃദയം നുറങ്ങിയുള്ള ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട്.
പക്ഷേ അതിൻ്റെ തിരിച്ചറിവില്ലായ്മയാണ് ഇന്ന് സംഭവിക്കുന്ന ഡിസ്യൂണിറ്റിയുടെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇതുപോലെയുള്ള ഈസ്റ്റർ ആഘോഷങ്ങളിൽ സഭകൾ ഓർമ്മിക്കപ്പെടേണ്ടതും നാം പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നതുമായ സംഗതി എന്ന് പറയുന്നത്. A new beginning with care and support. A new bliss with hope. Provide healthcare through the wings of wellness. Universal Hospital. Mass Education Institute, UAE, a unit of Professor P.C. Thomas Classes, Thrissur. Eversafe Group of Companies. Your safety is our concern. Provide healthcare through the wings of wellness. Universal Hospital. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രസിഡന്റ് അഭിമന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ വേദശാസ്ത്ര ചിന്തകളെ ക്രോഡീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയ കർത്താവിൻ്റെ കഷ്ടാനുഭവം എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയാണ് ഇപ്പോൾ DVD ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൽ വിവിധ സഭകളുടെ ബിഷോപ്സ്മാരുടെയും വേദശാസ്ത്ര ചിന്തകന്മാരുടെയും ഒക്കെ പ്രഭാഷണങ്ങളും ഡിവോഷണൽ സോങ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷാകരമായ കഷ്ടാനുഭവം, എ ഡോക്യുമെന്ററി ഓൺ ലെന്റ് ആൻഡ് പാഷൻ വീക്ക് എന്ന CD ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നതിനായി ഓർത്തഡോക്സ് സഭയുടെ സുൽത്താൻ ബത്തേരി ഡയസിസിന്റെ മെട്രോപൊളിറ്റനായ ഹിസ് ഗ്രേസ് ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫിനോസ് മെട്രോപൊളിറ്റൻ, അതുപോലെ തന്നെ അറ്റ്ലസ് മെഡിക്കൽ CEO ശ്രീ ജേക്കബ് തരകനെയും ഹാർദവുമായി ക്ഷണിച്ചുകൊള്ളുന്നു.
യേശു തമ്പുരാൻ്റെ ഉദ്ധാനം നൽകുന്ന സന്ദേശങ്ങൾ ഒന്നാമതായിട്ട് അരുളി ചെയ്തതുപോലെ ഉദ്ധിതനായ യേശു താൻ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റും. രണ്ടാമത് ഉദ്ധാനം ചെയ്ത യേശുവാണ് ദൈവരാജ്യത്തിലെ രാജാവ്. മൂന്നാമതായിട്ട് യേശുവിൻ്റെ ഉയർപ്പ് നമുക്കും ഉദ്ധാന ജീവിതം നൽകുന്നു. നാലാമതായിട്ട് യേശുവിൻ്റെ ഉദ്ധാനത്തിന് കാരണമായ ദൈവശക്തി ആത്മീയമായി മരവിച്ച നമ്മുടെ വ്യക്തിത്വങ്ങളെ ഉദ്ധാന ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. അഞ്ചാമതായിട്ട് ലോകത്തിലുള്ള സഭാ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ ഉദ്ധാനമാണ് എന്ന് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. He came into this world not for his own sake, but for men and for our salvation. യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം മറ്റുള്ളവരിലേക്കും ലയിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാകുന്നു ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ പരിപാടിയിൽ കൂടി ഈ പരിപാടിയിൽ വന്ന് നമ്മളെ സഹായിച്ച, നമ്മളെ അനുഗ്രഹിച്ച മുഴുവൻ മേൽപ്പട്ടക്കാർക്കും പട്ടക്കാർക്കും കൊയേഴ്സ്, നമ്മുടെ സ്പോൺസേഴ്സ്, എല്ലാ ആളുകളോടും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കും. വരും കാലങ്ങളിൽ ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.